ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ പതിവില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ലേറ്റായിട്ടൊക്കെയാണ് എണീക്കുന്നത്. വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, ഇന്ന് തുടങ്ങി നെയ്യ് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ എണീക്കാം, വിളക്ക് വെക്കാം, പ്രാർത്ഥിക്കാം ഒക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഞാൻ പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3-ാം മാസത്തെ സ്കാനിങ്ങിലാണെങ്കിൽ എനിക്ക് പ്ലാസൻ്റ ലോ ലൈൻ ആയതുകൊണ്ട് തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ഒട്ടും വേണ്ടാന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഫുൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ട വന്നു കേട്ടോ. പുറത്തേക്ക് എങ്ങും പോയൊന്നുമില്ല. പിന്നെ തൊട്ടപ്പുറത്തെ പരിപാടി റെസിഡൻസിൻ്റെ പരിപാടി ഉണ്ടായതുകൊണ്ട് അങ്ങനെ കാണാം, വീട്ടിൽ തന്നെ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. രാത്രി ആയപ്പോഴേക്കും ഞങ്ങളത് ആ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പൊറോട്ടയൊന്നും ഞാനിപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ കഴിക്കാറില്ല കേട്ടോ. ആകെ ഒരെണ്ണമാണ് കഴിച്ചത്. പിന്നെ ബാക്കി ഞാൻ ചപ്പാത്തിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം പിന്നെ എണീറ്റപ്പോഴേക്കും രാവിലത്തെ തന്നെ ഫുഡ് ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴേക്കും ചേച്ചി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. സൈത്തേട്ടനാണെങ്കിൽ റൈസ് മാത്രം സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ കറി വാങ്ങിക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.